ആ പരാതി വിചാരണ തുടങ്ങിയ അന്ന് മുതൽക്ക് വിചാരണ തീർന്ന അന്ന് വരെയും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വിവാദ വിഷയമാക്കി തീർത്തിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി പ്രതിയെ സഹായിക്കാൻ വേണ്ടി എന്നാൽ പ്രതികളെ ശരിക്കും സഹായിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ രീതിയിലുള്ള ഒച്ചപ്പാടും ബഹളമായിരുന്നെങ്കിൽ 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഇല്ലേ? പ്രതികളോടുള്ള യഥാർത്ഥമായ അനുതാപം ജഡ്ജിക്കിട്ട് സഹാനുഭൂതി ഉണ്ടെന്ന് വിചാരിക്കും. അതെ, ഈ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പി ടി തോമസ് മറ്റ് സാക്ഷികൾ അനുഭവിച്ച പോലെ ഒരു വലിയ ഒരു പ്രതിപക്ഷ പ്രതിഭാഗ അനുകൂല സാഹചര്യമാണ് ആ കോടതിയിൽ ഉണ്ടായിരുന്നത് എന്ന് സമ്മതിച്ചാൽ തന്നെയും ആ രീതിയിലുള്ള ആനുകൂല്യം വിധിയിൽ കാണുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് ലിയോക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? മനസ്സിലായി. ജഡ്ജി പ്രകടമായിട്ടും പ്രതികൾക്ക് അനുകൂലം വരുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷന് എതിരായിരുന്നു. പക്ഷേ വിധി വന്നപ്പോൾ 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചിരിക്കുകയാണ്. അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ദിലീപിന് മാത്രമേ ഒരു ആനുകൂല്യം കിട്ടിയുള്ളൂ. ഓക്കെ സാർ, അപ്പോൾ ഈ പലരും ഉന്നയിക്കുന്ന ഒരു സംശയമുണ്ട്, ഇത് ആർക്ക് വേണ്ടി ഇവർ ഇത് ചെയ്തു? ഇപ്പോൾ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ കോടതിക്ക് ന്യായമായും ഈ ഒരു വിഷയത്തിൽ ആ ഒരു കാര്യത്തിലേക്ക് കൂടി അന്വേഷണം നടക്കേണ്ടതല്ലേ? അതായത് ഈ പൾസർ സുനിയും കൂട്ടരും തികച്ചും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവരാർക്ക് വേണ്ടി ഇത് ചെയ്തു? നടി അങ്ങനെ ഗുണ്ടകളുടെ ആക്രമണത്തിന് ഇരയാകാൻ എന്ത് കാരണം? ഇത് അന്വേഷണ വിധേയമാകേണ്ടതല്ലേ? അതെ, അത് അന്വേഷണ വിധേയമാകേണ്ടതാണെങ്കിലും കോടതി ആ ഭാഗം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കോടതിയുടെ മുമ്പിലുള്ള തെളിവുകൾ വച്ചിട്ട് അതെ, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തായിട്ട് ആരോപിക്കപ്പെടുന്ന പ്രതികൾ ആ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി ഇവർ മറ്റാരുടെയെങ്കിലും താല്പര്യപ്രകാരമാണോ, ഇപ്പോൾ ദിലീപിൻ്റെ അല്ല വേറെ ആരുടെയെങ്കിലും ആണോ എന്ന കാര്യം കോടതി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കോടതി ആ കൂട്ടിൽ നിൽക്കുന്ന പ്രതികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 1 മുതൽ 6 വരെ പ്രതികൾ ആരുടെയോ താല്പര്യപ്രകാരം ഇത് ചെയ്തു. അതാരാണ് എന്നുള്ളത് വ്യക്തമല്ല. അത് ദിലീപ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. അപ്പോൾ കോടതി 1 മുതൽ 6 വരെ പ്രതികളുടെ പേരിൽ കുറ്റം കണ്ടെത്തിയിരിക്കുന്നു, അവരെ ശിക്ഷിക്കും. മറ്റ് പ്രതികളുടെ കാര്യത്തെക്കുറിച്ച് കോടതി നോക്കേണ്ട ആവശ്യമില്ല. അത് കോടതിയുടെ ലുക്കൗട്ടിൽപ്പെട്ട കാര്യമല്ല. ദിലീപിന് വേണ്ടിയിട്ടല്ല എന്ന് കോടതി, ദിലീപിന് വേണ്ടിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടത്ര മെറ്റീരിയൽ കോടതിയുടെ മുമ്പിലില്ല. അതുകൊണ്ട് ദിലീപിന് ഒഴിവാക്കി.